ബംഗളൂരുവിൽ മാരകായുധങ്ങളുമായി എത്തി നടുറോഡിൽ വെച്ച് യുവതികളുടെ ആഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതികൾ അറസ്റ്റിൽ. പ്രവീൺ യോഗാനന്ദ എന്നിവരാണ് ഗിരിനഗർ പോലീസിന്റെ പിടിയിലായത്. മോഷണ ശ്രമത്തിനിടെ ഒരു യുവതിയുടെ കൈവിരലുകൾ ഇവർ അറുത്തെടുത്തിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് 9.5 പവൻ സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ വടിവാളും കത്തിയുമൊക്കെയായി ബൈക്കിൽ കറങ്ങി നടക്കുക, തിരക്കില്ലാത്ത റോഡിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സ്ത്രീകൾക്കിടയിലേക്ക് ചാടി വീഴുക, ഭീഷണിപ്പെടുത്തിയോ ഉപദ്രവിച്ചോ സ്വർണം കവർന്ന് കടന്നുകളയുക. പ്രവീണും യോഗാനന്ദും മാസങ്ങളായി നടത്തിവരുന്ന നൈറ്റ് ഓപ്പറേഷന് ഇന്നലെ പിടിവീണു. ഒക്ടോബർ 13-ന് ഗിരിനഗറിൽ വെച്ച് നടത്തിയ മോഷണത്തിനാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. ഈശ്വരി നഗറിലൂടെ വരികയായിരുന്ന 2 യുവതികളെ തടഞ്ഞു നിർത്തി കത്തികാട്ടി ഇവർ കവർന്നത് 8 പവനിലധികം സ്വർണമാണ്. ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചപ്പോൾ കൂട്ടത്തിലൊരാളുടെ കൈവിരലുകൾ മുറിച്ചെടുത്തു. ഈ സ്വർണത്തിന്റെ ഒരു ഭാഗം വിറ്റ ശേഷം പ്രവീണും യോഗാനന്ദയും പുതുച്ചേരിയിലും മുംബൈയിലും ഗോവയിലും പോയി ആഡംബര ജീവിതം നയിച്ചു. ഉല്ലാസയാത്രയൊക്കെ കഴിഞ്ഞെത്തിയതും പോലീസ് ഇരുവരെയും പൊക്കി. നിരവധി മോഷണ കേസുകളിലെ ചുരുളഴിക്കുന്ന വിവരങ്ങളും ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കത്തിയും വടിവാളുകളും 9.5 പവൻ സ്വർണവും ഇവരുടെ പക്കൽ നിന്ന് കണ്ടെടുത്തു. 4 കേസുകളാണ് നിലവിൽ പ്രതികൾക്കെതിരെ ഉള്ളത്. ഇരുവരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.